അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ദിവസെത്തി. ഞങ്ങളുടെ യു എസ് ട്രിപ്പിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ഫിഫ വേൾഡ് കപ്പ് കാണുക, അർജന്റീന ടീമിനെ കാണുക, മെസ്സി ഒരു ഗോൾ അടിക്കുന്നത് ഈ കണ്ണുകൾ കൊണ്ടൊന്ന് നേരിട്ട് കാണുക, ഇതൊക്കെയായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് ഹൂസ്റ്റണിലാണ്. ഹൂസ്റ്റണിൽ നിന്ന് ഡാലസ് സ്റ്റേഡിയത്തിലേക്ക് ഏകദേശം 4-4.5 മണിക്കൂർ ഓൺ ദ റോഡ് യാത്രയുണ്ട്. രാവിലെ തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ജൂൺ 27-ാം തീയതി വൈകുന്നേരം 9 മണിക്കാണ് ഇവിടെ കളി. അപ്പോൾ അതുകൊണ്ട് ഓൺ ദ റോഡ് കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ പരിചയപ്പെടുത്ത ഒരു അടിപൊളി ടീമാണ് കേട്ടോ ഇവര്. അതായത് ഇന്ന് അർജന്റീന കളിക്കുന്നത് ജോർദാനെതിരെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ജോർദാൻ ഓൾറെഡി പുറത്തായ ടീമാണ്. പക്ഷെ എങ്കിൽ പോലും ഇതൊന്ന് നോക്കി, അവര് ജോർദാനെ ചിറപ്പിക്കാൻ വേണ്ടി ജോർദാനിൽ നിന്ന് ഓൾ ദ വേ ഫ്രം ജോർദാൻ വന്ന ഒരു ടീമാണ്. അടിപൊളി ആളുകൾ. ജോർദാൻ അടിപൊളി രാജ്യമാണെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ ട്രിപ്പിൽ തന്നെ നിങ്ങളോട് പറഞ്ഞതാണല്ലോ. അപ്പൊ അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഹായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ 2 ടീമിനെയും ചിയറപ്പൊക്കെ ചെയ്ത് കൈകളൊക്കെ കൊടുത്ത് പരസ്പരം നമ്പറൊക്കെ കൈമാറിയിട്ടാണ് ഞങ്ങളുടെ യാത്ര തുടർന്നത്. അങ്ങനെ ഞങ്ങൾ ഡാലസ് സ്റ്റേഡിയത്തിൽ എത്തി കേട്ടോ. ഡാലസ് സ്റ്റേഡിയം അല്ലെങ്കിൽ ഡാലസ് സ്റ്റേഡിയം നല്ലതല്ല, ഏതൊരു സ്റ്റേഡിയത്തിൻ്റെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മാച്ച് കാണുന്നതിനേക്കാൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ആ സ്റ്റേഡിയത്തിന് ചുറ്റും 2 ടീമുകളുടെയും ആരാധകർ നടത്തുന്ന സന്തോഷ പ്രകടനങ്ങളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ കാണുമ്പോഴാണ് എന്നുള്ളത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനൻ ടീമിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആരാധകരുടെ ഒരു കടൽ തന്നെയായിരുന്നു. എവിടെ നോക്കിയാലും ഈ നീലയും വെള്ളയും മാത്രമാണ് കാണാനുണ്ടായിരുന്നത്. അവിടെ ഓരോ ഗ്രൂപ്പുകളിലായിട്ട് ഇതുപോലെ പാട്ടും ഡാൻസും ഡ്രമ്മടിയും അങ്ങനെ എന്താ പറയുക, ഒരു ഉത്സവ പ്രതീതിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം ഇതൊക്കെ കേട്ട് നിന്നു. നമ്മുടെ കയ്യിലും കുറച്ച് പണിയായുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മളും വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. ഈ ടീം കുറെ അർജന്റീനിയൻ ഫാൻസും കുറെ ജോർദാൻ ഫാൻസും എല്ലാവരുമാണ്. അവരൊരു ഗ്രൂപ്പായിരുന്നു. അവർക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ എടുത്തു കൊടുത്തു. അതാ പറയുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് പോകുമ്പോഴേ ദേശമില്ലാതെ ഭാഷയില്ലാതെ വർഗമില്ലാതെ വർണ്ണമില്ലാതെ നമ്മൾ അങ്ങനെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരൊക്കെ ആയിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ പരിപാടികൾ ഫേസ് പെയിന്റിങ്, സരിൻ ഇതെല്ലാം നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഫേസ് പെയിന്റ് ഒക്കെ ചെയ്തു. അങ്ങനെ അർജന്റീനയെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫുൾ റെഡിയായി ഗൈസ്. അപ്പോൾ 9 മണിക്കാണ് കളി എന്ന് പറഞ്ഞല്ലോ. 6 മണിക്കാണ് അവിടെ നമ്മുടെ ഗേറ്റ് തുറക്കുക. നമ്മൾ എടുത്തിരുന്നത് ഹോസ്പിറ്റാലിറ്റി പാക്കേജാണ്. അതായത് താഴെയല്ല, നമുക്ക് കുറച്ചൊരു ചെറിയ VIP പരിഗണനയൊക്കെ കിട്ടും. കുറച്ചുകൂടി നല്ല ഒരു VIP ലോഞ്ചൊക്കെ ഇരുന്നിട്ടാണ് നമുക്ക് കളി കാണാൻ പറ്റുക. ആദ്യത്തെ അനുഭവമല്ലേ, അപ്പോൾ കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന എല്ലാവരും ആ പറയുന്ന ഹോസ്പിറ്റാലിറ്റി ലോഞ്ചിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഞങ്ങളും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് സെക്യൂരിറ്റിയാണ് കേട്ടോ. നമ്മുടെ ബാഗുകൾ എല്ലാവരും അവർ ഓരോന്ന് എടുത്ത് പരിശോധിക്കും. നമ്മുടെ ദേഹപരിശോധന എല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ ഞങ്ങളുടെ ഫിഫയുടെ ബാഡ്ജ് കിട്ടി. ഇനി നമ്മൾ പോയിട്ട് അവിടുത്തെ ID കാർഡ് വാങ്ങണം. ഈ ID കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു റിസ്റ്റ് ബാൻഡ് അവർ കെട്ടിത്തരും. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. അതുപോലെ തന്നെ ഒരു ID ബാൻഡും. ഈ ID ബാൻഡ് നമ്മൾ ത്രൂ ഔട്ട് ദ കളി നമ്മുടെ കയ്യിൽ വെക്കണം. അതാണ് നമ്മുടെ അവിടുത്തെ ഒരു പ്രധാന രേഖ. ഞങ്ങൾ അതെല്ലാം വാങ്ങി. ഇനി നമുക്ക് നേരെ നമ്മുടെ ലോഞ്ചിലേക്ക് പോകണം. അതിനു മുമ്പ് അവസാനവട്ട ഒരുക്കങ്ങളാണ്. പണിയായുധങ്ങൾ, ബാക്കി വെച്ച പണിയായുധങ്ങൾ കൂടി ഞങ്ങൾ ഉപയോഗിച്ചു. ഇനി ഞങ്ങൾ നേരെ ലോഞ്ചിലേക്ക് പോവുകയാണ്. ആ 1 ലാസ്റ്റ് ഡാൻസ് എന്നുള്ളത് ആരൊക്കെ ശ്രദ്ധിച്ചു? ഞങ്ങൾ 3 പേര് എഴുതിയിരിക്കുന്നത് 1 ലാസ്റ്റ് ഡാൻസ് എന്നുള്ളതാണ്. യെസ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ലോഞ്ചിലെത്തി. എൻ്റെ അമ്മ, ലോഞ്ചിലേക്ക് ആദ്യം കടന്നപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ. ഇത് നോക്കി ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ ഒരു ലൈവ് മാച്ച് ഇത്തരത്തിൽ. ക്രിക്കറ്റ് കണ്ടിട്ടുണ്ട് ലൈവ് മാച്ച്. പക്ഷെ ഫുട്ബോൾ, അതും വേൾഡ് കപ്പ്, ഇത്തരത്തിൽ ആ ഗാലറി മുഴുവനായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുക, അതും ഇത്ര നല്ലൊരു വ്യൂവിൽ കാണുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ഹോസ്പിറ്റാലിറ്റി ലോഞ്ചിൻ്റെ ആ ഒരു ഏരിയ ആണ് നിങ്ങൾ കാണുന്നത്. താഴെയുള്ളത് നോർമൽ ടിക്കറ്റ്സിൻ്റെ ഒരു സംഭവം, അവർക്ക് ഇരിക്കാനുള്ളൊരു ഇതാണ്. ആക്ച്വലി ഉണ്ടല്ലോ, താഴെ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ശരിക്കും ആ ഒരു വൈബ് കിട്ടുക കേട്ടോ. അത് വ്യത്യാസമാണ്. കാരണം ഈ ഒരു ലോഞ്ചിൽ പറഞ്ഞാൽ ഒരു ലോഞ്ചിൽ മാക്സിമം ഒരു 10-15 പേർക്ക് ഇരിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും ആളുകളാണല്ലോ നമ്മുടെ കൂടെ ഉണ്ടാവുക. താഴെ ഇരിക്കുമ്പോഴാണ് ആയിരക്കണക്കിന് ആളുകളുടെ നടുക്ക് നമ്മൾ ഇരിക്കുമ്പോഴാണ് ആ ഒരു സ്പിരിറ്റ് കിട്ടുക. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ തന്നെ അർജന്റീനിയൻ ടീം വന്നു, ജോർദാൻ ടീം വന്നു. അവർ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത്, സ്റ്റേഡിയത്തിൽ വന്ന് ഇറങ്ങുന്നത്, നമ്മളിതൊക്കെ സാധാരണ TV യിലാണ് കാണാറുള്ളത് അല്ലേ. അത് നമുക്ക് നേരിട്ട് അവിടെ
പ്രൊജക്ടറിൽ നമ്മൾ കണ്ടു. മെസ്സി വന്നപ്പോൾ, മെസ്സി ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത് കണ്ടോ, എന്തായിരുന്നു എന്നറിയോ, അവിടെ ആ സ്റ്റേഡിയം മുഴുവൻ കുലുങ്ങായിരുന്നു. നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആരാധകരൊക്കെ മെസ്സിയെ കണ്ടപ്പോൾ അവരുടെ ആ ഒരു ആവേശമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഒരാളുടെ മെസ്സി ഫാനിന്റെ ആഘോഷമാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണല്ലേ ഒരു കുഞ്ഞു മനുഷ്യൻ, മെസ്സി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകത്ത് ഇത്ര എന്താ പറയുക കോടിക്കണക്കിന് ആളുകളുടെ ഒരു ആരാധനാ പാത്രമാവാൻ പറ്റുക എന്നൊക്കെ പറയുന്നതേ ഒരു ഭാഗ്യം ചെയ്ത ജന്മം എന്നൊക്കെ തന്നെ പറയണം. അയാളുടെ കഴിവുകൊണ്ട് തന്നെയാണ്, പക്ഷെ എങ്കിൽ പോലും അതിനും ഒരു ഭാഗ്യം വേണം അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ലോഞ്ചിൽ കംപ്ലീറ്റ് നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അർജന്റീനയുടെ ചെറിയൊരു കാർഡൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളി ഏകദേശം തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ USA നാഷണൽ ആന്തം വന്നു. അത് കഴിഞ്ഞ് ജോർദാൻ, അതുപോലെ തന്നെ അർജന്റീന അവരുടെയൊക്കെ നാഷണൽ ആന്തം പതുക്കെ ചൊല്ലും. രണ്ട് ആരാധകരുടെയും പ്രകടനങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഫസ്റ്റ് നമ്മുടെ ജോർദാൻ ടീം നമ്മുടെ ഇതിലേക്ക് വന്നു. അർജന്റീനിയൻ ടീം നമ്മുടെ അർജന്റീനിയൻ ടീം മെസ്സിയെ കാണുന്നുണ്ടോ നിങ്ങൾ? അവര് നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക്, ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ അമ്മോ, അക്ഷരാർത്ഥത്തിലുണ്ടല്ലോ ആ സ്റ്റേഡിയം, അവിടെ തടിച്ചു കൂടിയിരുന്ന ആളുകൾ, ആ സ്റ്റേഡിയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അർജന്റീന ടീം കണ്ടോ ഡയറക്റ്റ്ലി അങ്ങോട്ട് എൻട്രി ചെയ്തപ്പോൾ അതിൽ തന്നെ മെസ്സിയെ ചിയറപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെസ്സി 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 എന്ന് മാത്രമാണ് നമുക്ക് ആ സ്റ്റേഡിയത്തിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. അപ്പോൾ നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എവിടെയാണോ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റി പാക്കേജ് ആയിരുന്നു. അപ്പോൾ അത് റിംഗ് ഓഫ് ഓണർ എന്ന് പറയുന്ന പല റിംഗ് ഓഫ് ഫെയിം, റിംഗ് ഓഫ് ഓണർ, അങ്ങനെ സ്റ്റാർ, അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് റിംഗ് ഓഫ് ഓണർ എന്ന് പറയുന്ന അതിലെ ഒരു കുറേ ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ നമ്പേഴ്സ് കാണിച്ചു തരാം. ഇപ്പോൾ റിംഗ് ഓഫ് ഓണറിൻ്റെ ഇത് RH 577 ആണ്. നമുക്ക് RH 578 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൽ ഒരു 10-20 പേർക്കാണ് ആ ഒരു സെക്ഷനിൽ. അങ്ങനെ 20 പേരിങ്ങനെ പല. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സംഭവത്തിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. കാരണം കുറച്ചുകൂടി നല്ല ഒരു എക്സ്പീരിയൻസ് വേണം, ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ വന്നത്, ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. കാരണം ഇനി എൻ്റെ കമൻട്രി അല്ല നിങ്ങൾ കേൾക്കേണ്ടത്. ശരിക്കും ഇവിടുത്തെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി കാണുന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഇല്ലേ, അവിടുത്തെ ആ ഒരു ആരവങ്ങളും അവിടുത്തെ ആളുകളുടെ ആ ഒരു ജോഷൊക്കെയാണ് നിങ്ങൾ ശരിക്കും അനുഭവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും സിബിടാൻ പോവാണ്. ബാക്കി ഇനി നിങ്ങൾ നേരിട്ട് അവിടുത്തെ ആ ആരവങ്ങളും അവിടുത്തെ ആർപ്പുവീളുകളും കാര്യങ്ങളൊക്കെ നേരിട്ട് കേട്ടു നോക്കൂ കേട്ടോ. 577 ആയി. ഇതാണ് നമ്മുടെ RH റിംഗ് ഓഫ് ഓണർ 578. അപ്പോൾ നമുക്ക് പതുക്കെ ഉള്ളിലേക്ക് കിടക്കാം. ഇനി ബാക്കി നിങ്ങൾ നേരിട്ട് കേട്ടോ. ഹലോ, എന്തെങ്കിലും കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് ബഹളാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ US-ൽ 27-ാം തീയതിയാണ്, ജൂൺ 27-ാം തീയതി വൈകിട്ട് 8 മണിയാണ്. ഇവിടെ 9 PM നമ്മുടെ അർജന്റീന ജോർദാൻ മാച്ച്. ഞങ്ങളിപ്പോൾ ഒരു 7:30 ആയപ്പോൾ തന്നെ സ്റ്റേഡിയത്തിൽ കയറിയിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഇത് 28-ാം തീയതി രാവിലെ 7:30 മാച്ച്. അപ്പോൾ ഇനി ഒരു 1 more hour, 1 മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാച്ച് തുടങ്ങും. ഇപ്പോൾ ടീമെല്ലാം അവരുടെ ബസ്സിലൊക്കെ വന്ന് ഇറങ്ങിയത് ഇവിടെ കാണിച്ചു. നമ്മുടെ മെസ്സിയൊക്കെ വന്ന് ഇറങ്ങി. എന്തായാലും നേരിട്ട് കണ്ടിട്ടില്ല, ബസ്സിൽ വന്ന് ഇറങ്ങിയത് കണ്ടു. ബാക്കി എന്തായാലും ഓരോരോ വിശേഷങ്ങളായിട്ട് ഞാൻ പറയാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് സ്റ്റേഡിയം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഹലോ 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 ഹലോ. അവിടെ എന്താ പറയാ, മലയാളി ഫ്രം അല്ല എന്താ ആര് ഫ്രം എവിടുന്ന, മലയാളി ഫ്രം ഇന്ത്യ. ഇവിടെ ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അർജന്റീനയുടെ സംഭവങ്ങളൊക്കെ ആയി. മലയാളി ഫ്രം ഇന്ത്യ ക്യാമറയിൽ പിടിപ്പിക്കുന്നതിനുള്ള വാശിയിലാണ് ഇവിടെ ഒരാൾ. നോക്കാം എന്തായാലും കാണുമോ എന്നുള്ളത്.
5 പേരിലെ Really? Oh!